ഐസക്ക് സാറിന് നിന്നെ കണ്ട അന്ന് മുതലേ ഇഷ്ടമായി. കേട്ടോ കുഞ്ഞമ്മേ, ഞങ്ങൾ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴല്ലേ ഐസക് സാർ എല്ലാം തുറന്നു പറയുന്നത്. എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണല്ലോ എന്ന് വെച്ചാ ഞാൻ ഇതിനെ സമ്മതിച്ചു. അയ്യോ, ഈ കാണായ സ്വത്തുക്കൾ മുഴുവനും അനുഭവിക്കാൻ ആരുണ്ട്? നേര് പറഞ്ഞാലേ നിന്റെ ഭാഗ്യവാടി കുഞ്ഞ്. അത് നേരാ ചേച്ചി, ഓരോന്ന് നടക്കാനുള്ള നേരത്തെ അങ്ങ് നടക്കും. നമ്മൾ പെരുന്നാളിന്റെ തലേന്ന് രാത്രി ഞങ്ങൾ ഐസക്ക് സാറിനെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരല്ലേ, ഞങ്ങൾ അങ്ങ് മാറി തന്നേക്കാം. നീ അതിയാനെ നല്ലപോലെ ഒന്ന് സൽക്കരിക്കണം കേട്ടോ. അയ്യോ, അത് വേണോ ചേച്ചി? അയ്യോ വേണം, കൈ കിട്ടിയാ പിന്നെ വഴുതി പോവാന്ന് കൊട്ടയെ പിടിച്ചിട്ടുണ്ടായോ? പിന്നെ നമുക്ക് 2 താറാവിനെ മേടിക്കണം. ദാ മറ്റവനെ കുപ്പി. അത് നാടൻ മതി, സാറിന് അതാണ് ഇഷ്ടം. എല്ലാം ഉണ്ട് താറാമേ. വിശേഷം കുഞ്ഞമ്മയുടെ കാര്യം വല്ലതും ആയോ? ഒന്നും ആയില്ല ഉമ്മച്ചാ, പലയിടത്തും തിരക്കുന്നുണ്ട്. പോവാ. പെരുന്നാളിന്റെ തലേന്ന് നമ്മുടെ ഒരു പതിവ് പരിപാടിയുണ്ട്, അത് നീ അങ്ങ് മറന്നോ? ഞാൻ മറന്നിട്ടില്ല. ഇക്കൊല്ലം യാതൊരു രക്ഷയില്ല. അയ്യോ, എന്താ? ഞങ്ങൾ ആരും ഇവിടെ കാണത്തില്ല. നിങ്ങളെല്ലാം എവിടെ പോകുന്നു? ഞങ്ങളെ ചാത്തനാട്ടന്റെ ഇളയമ്മയുടെ മോടെ കല്യാണത്തിന് പോവാ. അതിന് വീട് അടച്ചു പോണോ? അയ്യോ, ഇവിടെ തനിച്ച് ഇവിടെ വിട്ടേച്ച് എങ്ങനെയാകും മച്ചാ പോകുന്നത്? അപ്പം നേരാ. അപ്പൊ ഇക്കൊല്ലം പരിപാടി ഇല്ല. ഇക്കൊല്ലത്തെ പരിപാടിയും അടുത്ത കൊല്ലത്തും കൂടി ചേർത്ത് പൊടി പൂരമായിട്ട് നമുക്ക് അടുത്ത കൊല്ലം നടത്തിക്കളയാം മച്ചാ. അത് ശരിയാ. അപ്പൊ ഞാൻ ഇറങ്ങുവാ. അപ്പൊ കുഞ്ഞമ്മ നമുക്ക് പിന്നെ കാണാം പെരുന്നാൾ കഴിഞ്ഞിട്ട് കേട്ടോ. ഏതായാലും ഉമ്മിച്ചായൻ ഇപ്പൊ വന്നേച്ച് പോയത് നന്നായി. അന്ന് രാത്രിയിൽ എങ്ങാനും വന്ന് കയറിയിരുന്ന പോക്കണം കേടായി പോകത്തില്ല. നേര് തന്നെ. കല്യാണം കഴിയുന്നവരെ ഇക്കാര്യം ആരോടും പറയണ്ട. എല്ലാരും അസൂയക്കാരാണെന്നേ. കല്യാണം കഴിഞ്ഞാലും പറയണ്ട, അല്ലെങ്കിലേ എന്റെ കാലം കുടക്കാനാ. ഇപ്പൊ മുളങ്കാലാക്കിയാ